കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നതാണ് ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെ ഉയർത്തുകയായിരുന്നു. അതിനു മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കുകയും ഈ വാർത്ത ശരിയല്ല എന്ന് പറഞ്ഞ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് കുടുംബത്തിൽ നിന്ന് തന്നെ സ്വന്തം സഹോദരൻ പരസ്യമായി ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത്. വേണ്ടത്ര വിദഗ്ധ ചികിത്സ നൽകാതെ ചികിത്സിക്കാതെ പ്രാർത്ഥനയിൽ ഒതുങ്ങുകയാണെന്നും ചില പ്രാർത്ഥനാ സംഘങ്ങളുടെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ചിലരെന്നുമൊക്കെയുള്ള വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. എന്തായാലും അതിന് പിന്നാലെ സർക്കാർ ഇടപെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. എന്തായാലും അതിനൊടുവിൽ മുൻ മുഖ്യമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം പനിയെന്ന് പറഞ്ഞിരുന്നു, വൈകുന്നേരത്തോടുകൂടി സ്ഥിരീകരിച്ചത് ന്യൂമോണിയ ആണെന്നും മെഡിക്കൽ ICUവിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളത് മാത്രമല്ല, അവിടുത്തെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ മെഡിക്കൽ ബോർഡിനും രൂപം നൽകിയ വാർത്ത വന്നു. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൃത്യമായ സൂചന നൽകിയിരുന്നു, ആരോഗ്യമന്ത്രിയോട് അവിടെ സന്ദർശിക്കണം, വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും. അപ്പോൾ എന്തായാലും ഈ ദൗത്യവുമായി രാവിലെ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളോടൊപ്പം ഡാൻ കുര്യൻ ചേരുകയാണ് നെയ്യാറ്റിൻകര നിംസിൽ നിന്ന്. ഡാൻ, വീണ ജോർജ് മാധ്യമങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചോ? അവർ അവിടെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്നത് ഡോക്ടർമാരുമായി ചർച്ച നടത്തുമെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കും എന്നും അല്ലേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അല്പസമയം മുമ്പാണ് വീണ ജോർജ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നേരിൽ കാണുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഒരു പ്രതികരണങ്ങൾ അവർ നടത്തിയിട്ടില്ല. സന്ദർശനത്തിന് ശേഷമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലേക്ക് അവർ എത്തുകയെന്നാണ് സൂചന. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മകൾ, രണ്ടാമത്തെ മകൾ അച്ചു ഉമ്മൻ ഉൾപ്പെടെ തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം അവർ കൂടി ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് കുടുംബാംഗങ്ങളുമായി എന്ത് തരത്തിലുള്ള തുടർ ചികിത്സയായിരിക്കണം അദ്ദേഹത്തിന് നൽകേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഒരുപക്ഷെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം സർക്കാർ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകിയേക്കുമെന്ന സൂചനകൾ ഇന്നലെ തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. നിലവിൽ നിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആയിട്ടാണ് തുടരുന്നത് എന്നാണ് അല്പസമയം മുമ്പ് മെഡിക്കൽ ICUവിലെ ജീവനക്കാരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ കുടുംബാംഗങ്ങൾ നേരത്തെ അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു. പക്ഷേ പനി കലശലായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ ഇരുന്നത്. ഇവിടെ നിന്ന് ആരോഗ്യസ്ഥിതി പൂർണ്ണമായി വീണ്ടെടുത്തതിന് ശേഷമായിരിക്കും തുടർ പരിശോധനകൾക്ക് വേണ്ടി ബംഗളൂരുവിലേക്കോ അവിടെ നിന്ന് ദുബായിലേക്കോ ജർമ്മനിയിലേക്കോ കൊണ്ടുപോകുന്നതിനുള്ള നീക്കമാണ് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കകരമല്ല, സ്റ്റേബിൾ ആണ് എന്ന വിവരമാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. നെഫ്രോളജി വകുപ്പ് മേധാവി ഡോക്ടർ മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രി വീണ ജോർജുമായി അവർ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ ഒരു അവലോകനം നടത്തുക. ഡാന്, ഈ ആശുപത്രിയിൽ ഉള്ള കാഴ്ചകൾ കൂടി ഒന്ന് പറയണം. കാര്യം ഇന്നലെ തന്നെ വളരെ വ്യക്തമായ ഒരു സൂചന നൽകിയിരുന്നു, സന്ദർശകർക്ക് വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളത്. നമുക്കറിയാവുന്ന ഉമ്മൻചാണ്ടി ആണെങ്കിൽ ചുറ്റും ആൾക്കൂട്ടം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് ഒരു പരിഗണനയും ഒരു ഔചിത്യവും ഇല്ലാതെ അദ്ദേഹത്തിനെ പൊതിയുന്ന ആൾക്കാരാണ്, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അണികളും പ്രവർത്തകരും അനുഭാവികളും ഒക്കെ. അപ്പോൾ അവിടേക്ക് സന്ദർശകരുടെ എന്തെങ്കിലും തിരക്കോ സൂചനയോ ഉണ്ടോ? അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന എന്താണ്? കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞോ? ഈ വിവാദത്തിനൊക്കെ തിരശീല വീണ് ഉമ്മൻചാണ്ടിയെ സ്വസ്ഥമായി ചികിത്സയ്ക്ക് വിധേയനാകാനും ഊർജ്ജസ്വലനായി തിരിച്ചു വരാനുമുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞോ ഡാൻ?
ഞാൻ രാവിലെ മെഡിക്കൽ ഐസിയുവിൽ ഉമ്മൻചാണ്ടിയെ ചികിത്സയിൽ തുടരുന്ന മുറിക്ക് സമീപത്തേക്ക് എത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ന്യൂമോണിയ ബാധ വൈകിട്ടോടെയാണ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചത്. അതേ തുടർന്ന് വൈകിട്ട് തന്നെ ആന്റിബയോട്ടിക്കിൽ അടക്കമുള്ള മരുന്നുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. ആ മരുന്നുകളോട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്നത്. എന്തായാലും മെഡിക്കൽ ഐസിയുവിലായതിനാൽ ഒരു ബൈസ്റ്റാൻഡറെ മാത്രമാണ് അദ്ദേഹത്തോട് ഒപ്പം നിർത്തിയിരിക്കുന്നത്. അത് ഇപ്പോൾ മൂത്ത മകളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. മറ്റു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ ന്യൂമോണിയ ബാധയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്ക് ഇല്ല എന്ന ഒരു വിവരം തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. എന്തായാലും സൂക്ഷ്മമായി തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏറ്റവും വിദഗ്ധമായ ചികിത്സ തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൾ ഇന്ന് പുലർച്ചയോട് കൂടിയാണ് തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്പസമയത്തിനകം അച്ചു ഉമ്മൻ കൂടി ഈ ആശുപത്രിയിൽ എത്തിയേക്കും. അങ്ങനെയാണെങ്കിൽ അവർ കൂടി എത്തിയ ശേഷം മറ്റ് സർക്കാർ തലത്തിൽ നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് മന്ത്രിയുമായി കൂടി നേരിൽ അവർ സംസാരിക്കും. അതിനുശേഷമായിരിക്കും വിദേശത്തേക്ക് കൊണ്ടുപോകണമോ അതോ കേരളത്തിൽ തന്നെ വിദഗ്ധ ചികിത്സ അദ്ദേഹത്തിന് അടിയന്തരമായി നൽകുന്നതിനുള്ള ക്രമീകരണം ചെയ്താൽ മതിയോ എന്ന കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. പ്രദീപ്, ഡാൻ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചയാണ്, കുറച്ച് നാളായി നമുക്കറിയാവുന്നതുമാണ്. ശബ്ദത്തെ കൂടി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് അദ്ദേഹത്തിന് ഉള്ളത്. എന്നിട്ടും ഈ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിക്കുന്നു എന്നൊക്കെ മറ്റുള്ള വാർത്ത വന്നപ്പോൾ സ്വയം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഒരു മൊബൈൽ ക്യാമറയിലൂടെ അങ്ങനെയില്ല, എനിക്ക് വേണ്ട ചികിത്സ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്ന ഉമ്മൻചാണ്ടിയെ നാം കണ്ടു. അപ്പോൾ എത്ര ഗുരുതരമാണ് ഈ അസുഖത്തിൻ്റെ കാര്യം എന്നുള്ളത്, ആ ചികിത്സ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുടുംബാംഗങ്ങൾ തന്നെ പറയണം, അല്ലെങ്കിൽ വിദഗ്ധരായ ഡോക്ടർമാർ തന്നെ പറയണം. പക്ഷേ ഒരു വല്ലാത്തൊരു സാഹചര്യം, ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയെ ഇനി അന്നത്തെ ജനത അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ ചരിത്രം ഒക്കെ ഏറ്റവും അധികം അടയാളപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടിയും അതുപോലെ തന്നെ കൈയച്ച് നൽകിയ ചികിത്സാ സഹായവുമാണ്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു വിചിത്രമായ അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ ഉമ്മൻചാണ്ടിക്ക് കൃത്യസമയത്ത് വേണ്ട ചികിത്സ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയെങ്കിലും ഉയരാൻ ആയത്. വളരെ സൂക്ഷിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പോലും ഇതിനോട് പ്രതികരിക്കുന്നത്, അല്ലേ ഡാൻ? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ AICC നേതൃത്വം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ചെലവും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് അയക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ബെന്നി ബെഹനാൻ MP അദ്ദേഹത്തെ അനുഗമിക്കാൻ നിർദ്ദേശം നൽകി. ആ പശ്ചാത്തലത്തിലാണ് തൊണ്ടയിലെ അർബുദബാധയുമായി ബന്ധപ്പെട്ട് ലേസർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതിന് വേണ്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ അദ്ദേഹത്തിന് വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കിയതിനു ശേഷം ലേസർ ശസ്ത്രക്രിയ വളരെ വിജയകരമായി പൂർത്തിയാക്കിയെന്നായിരുന്നു അന്ന് അവിടെ നിന്നുള്ള ഡോക്ടർമാരടക്കം പറഞ്ഞത്. തുടർന്ന് അതിന്റെ തുടർ ചികിത്സകൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് ബംഗളൂരുവിലായിരുന്നു. പക്ഷേ ബംഗളൂരുവിലേക്ക് തുടർച്ചയായി എത്തുന്നതിനുള്ള ചില പരിമിതികൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെട്ടു. തുടർ ചികിത്സകൾ അദ്ദേഹത്തിന് വിജയകരമായി നൽകാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപമാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പ്രതികരണങ്ങളോടെ പങ്കുവച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് വിമാനത്തിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു ശാരീരിക സ്ഥിതിയിലല്ല ഉമ്മൻചാണ്ടി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നവരെ ഇവിടെ കേരളത്തിൽ തന്നെ വിദഗ്ധമായ ചികിത്സ നൽകിയതിനു ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കുടുംബാംഗങ്ങളടക്കം എത്തിയിരിക്കുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും സർക്കാരിന് ലഭ്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ അതീവ ഗൗരവമായി തന്നെയാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ആരോഗ്യമന്ത്രിയോട് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അടിയന്തരമായി വേണ്ട തുടർ നടപടികൾ സ്വീകരിക്കുക എന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്ന ആ പശ്ചാത്തലത്തിലാണ് അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ഡോക്ടർമാരടക്കമുള്ള സംഘവുമായി വീണ ജോർജ് ചർച്ച നടത്തുകയാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച് അവർ പുറത്തേക്ക് എത്തി മാധ്യമങ്ങളെ കാണും എന്നാണ് കരുതുന്നത്. തീർച്ചയായും എന്തായാലും വരും നിമിഷം തന്നെ എത്രയും പെട്ടെന്ന് വീണ ജോർജ് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പാർട്ടിക്ക് അകത്തും പുറത്തും വീറുറ്റ പോരാട്ടം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിരുന്ന ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് വിവാദങ്ങൾ പുത്തരിയല്ല.
വിവാദങ്ങൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു, അല്ലെങ്കിൽ പല വിവാദങ്ങളും അദ്ദേഹം ക്ഷണിച്ചു വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിലൊന്നും കൂസാത്തയാള്. പക്ഷെ ഇതൊരു വല്ലാത്ത ഘട്ടത്തിലായിപ്പോയി, ആവശ്യമില്ലാത്തൊരു വിവാദം ആയിപ്പോയി എന്നൊരു തോന്നൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കിടയിൽ ഉണ്ട്. എന്തായാലും ഡാൻ അവിടെ തന്നെ തുടരും എന്ന് കരുതാം. ഡാൻ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? ഡാൻ എന്തെങ്കിലും സൂചനകൾ ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം ട്വിറ്ററിൽ മറ്റുമൊക്കെ ചാണ്ടി ഉമ്മൻ കുറിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ചാണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മനുമായി നമുക്ക് ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ചു ഉമ്മൻ അല്പസമയത്തിനകം നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിലേക്ക് എത്തും എന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ട്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉമ്മൻചാണ്ടി സന്ദർശിച്ച ശേഷം തിരികെ ഇറങ്ങുകയാണ്. അവരുടെ പ്രതികരണത്തിൽ ബഹുമാനപ്പെട്ട CM നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഞാൻ ആശുപത്രിയിൽ സന്ദർശിച്ചത്. ഇന്നലെ CM അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു, മകനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CM നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വന്ന് സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മകളെ കണ്ടു. മറ്റ് ഇവിടെ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അല്ല, ഇത് സംബന്ധിച്ച് ഇവിടെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് ഡോക്ടർ മഞ്ജു ആണ് ചെയർ ചെയ്യുന്നത്. മെഡിക്കൽ ബോർഡിൽ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ട്. ബാക്കി അദ്ദേഹത്തിൻ്റെ മകളും മകനും ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി. ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നെഫ്രോളജി വിഭാഗം മേധാവി മഞ്ജു തമ്പിയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ ഒരു മെഡിക്കൽ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. അവരാണ് ഉമ്മൻചാണ്ടിയെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വീണ ജോർജ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. മറ്റ് എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി എന്നതടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും അവർ കടന്നിട്ടില്ല. എന്തായാലും മെഡിക്കൽ ബോർഡിന് രൂപം നൽകിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോഗ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ആരോഗ്യമന്ത്രി തന്നെ ഇവിടെ നേരിട്ടെത്തി ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡാൻ, ഞങ്ങളും ഇതാണ് ശ്രദ്ധിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് ഞാനിവിടെ വന്നു. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു, ഡോക്ടർമാരെ കണ്ടു. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മകനുമായി സംസാരിച്ചതിനെ തുടർന്നാണ് എന്നോട് ആശുപത്രിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങി. നമുക്കൊക്കെ ഏറെക്കുറെ അറിയാവുന്ന വളരെ പെരിഫറലായ കാര്യങ്ങൾക്കപ്പുറത്തേക്ക് രോഗത്തെക്കുറിച്ചോ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചോ ആരോഗ്യനിലയെക്കുറിച്ചോ ചികിത്സയെക്കുറിച്ചോ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആരോഗ്യമന്ത്രി തയ്യാറായില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടത്. വളരെ സൂക്ഷിച്ച് പ്രതികരിക്കുന്നത് കൊണ്ടാവാം ഇത്. എന്തായാലും ഡാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും എന്താണ് പറയുക, ഡോക്ടർമാരുമായിട്ട് സംസാരിച്ചോ, ആരോഗ്യനില എങ്ങനെയുണ്ട്, തൃപ്തികരമാണോ, സ്റ്റേബിൾ ആണോ, അങ്ങനെയുള്ള ഒന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നമുക്കറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളൊരു കൃത്യമായ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നൽകിയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഡാൻ, നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുടുംബാംഗങ്ങളോ ഡോക്ടർമാരോ നമ്മളോട് സംസാരിക്കും വരെ ഇക്കാര്യത്തിലൊരു വ്യക്തത വരാനും ഇടയില്ല, അല്ലേ? അത് സംബന്ധിച്ച് ഈ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പി അല്പസമയത്തിനകം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അവരാണ് ഇന്നലെ മുതൽ ഉമ്മൻചാണ്ടി വിദഗ്ധമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മഞ്ജു തമ്പി. അവരിവിടെ എത്തി അദ്ദേഹത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച കൃത്യമായൊരു വിലയിരുത്തൽ അവർ നടത്തിയേക്കും. എന്തായാലും ഡോക്ടർ മഞ്ജു തമ്പി മാധ്യമങ്ങളെ കാണുകയാണ്. ഉമ്മൻചാണ്ടി സാറിന് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ്, ശ്വാസകോശ സംബന്ധമായ ഇൻഫെക്ഷൻ ആണ്. അത് ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ദ ക്ലോക്ക് കെയർ കൊടുക്കുന്നുണ്ട്. വന്നപ്പോൾ ചെറിയ ശ്വാസം മുട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ അതിനേക്കാളും ബെറ്ററാണ്. നമ്മൾ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറഞ്ഞ പ്രഷറിൽ ഓക്സിജൻ അകത്തേക്ക് കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ ആരോഗ്യനില തൃപ്തികരമാണ്. എന്തായാലും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്ന തരത്തിലാണ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മഞ്ജു തമ്പിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ മാധ്യമങ്ങളെ കണ്ട ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ ഡാൻ, നോൺ ഇൻവേസീവ് വെന്റിലേഷൻ അതായത് സാധാരണഗതിയിലുള്ള വെന്റിലേറ്റർ അല്ല, പകരം അഡീഷണലായി കൃത്രിമമായി ഓക്സിജൻ നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ശ്വാസകോശത്തിന് തന്നെ അസുഖം വരികയും ചെയ്ത് അവിടെ വന്ന സാഹചര്യത്തിലാണ് ഇത്. അപ്പോൾ തൽക്കാലം സ്റ്റേബിളാണ്, തൃപ്തികരമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലേ, മറ്റാരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? മറ്റ് നേതാക്കളോ അല്ലെങ്കിൽ അണികളോ ആരെങ്കിലും? ഡാൻ, ഇതുവരെ നമുക്ക് അങ്ങനെ ആരെയും ഇവിടേക്ക് എത്തിയതായി കാണാൻ കഴിയില്ല. ഇന്നലെ തന്നെ കുടുംബാംഗങ്ങളടക്കം പറഞ്ഞിരുന്നു സന്ദർശകർക്ക് കർശനമായി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് ആരും എത്തേണ്ടതില്ല. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടി അത് അറിയിച്ചുകൊള്ളാം, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ മറ്റും തങ്ങൾ പിതാവിന്റെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നൊരു നിലപാടിലായിരുന്നു മക്കളടക്കം ഉള്ളത്. എന്തായാലും അതുകൊണ്ടായിരിക്കാം മറ്റ് ആളുകളൊന്നും അധികമായി ആശുപത്രിയിലേക്ക് പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റാരുമോ ഇതുവരെ ഇവിടേക്ക് എത്തിയതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൾ കൂടി വരാനുണ്ടായിരുന്നു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഷീസ് ഓൺ ദ വേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം അച്ചു ഉമ്മൻ കൂടി നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയിൽ എത്തും. അതിനുശേഷമായിരിക്കും എന്ത് തരത്തിലായിരിക്കണം, എങ്ങനെയായിരിക്കണം തുടർന്ന് ചികിത്സ ലഭ്യമാക്കേണ്ടത്. ഇവിടെ തന്നെ തുടരണമോ അതോ ബംഗളൂരുവിലേക്കോ അവിടെ നിന്ന് ദുബായിലേക്കോ ജർമ്മനിയിലേക്കോ കൊണ്ടുപോകണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്തുക. മകൾ കൂടി എത്തി കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷമാകും എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ശരി ഡാൻ, അവിടെ തന്നെ തുടരുക. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ സ്റ്റേബിൾ ആണ് എന്നുള്ള ശുഭകരമായ വാർത്ത തന്നെയാണ് മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ ഡോക്ടർ, ഈ മെഡിക്കൽ ബോർഡ് ചെയർ ചെയ്യുന്ന ഡോക്ടർ മഞ്ജു തമ്പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുടെ പുരോഗതിയൊക്കെ വിലയിരുത്തിക്കൊണ്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഡാനിലേക്ക് നമുക്ക് തിരികെ എത്താം. ഇപ്പോൾ എന്തായാലും ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.